കണ്ടോ ഇതെന്താണെന്ന്? ചക്കക്കുരു കുമ്പളങ്ങ. കുറേ ചക്കക്കുരു ഉണ്ട്, കുറച്ച് കുമ്പളങ്ങ. ഇത് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിക്കുകയാണ്, മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് കേട്ടോ. ഇന്നത്തെ എൻ്റെ സിമ്പിൾ കൂട്ടാനാണ്, അട്ടിപ്പൊളി കൂട്ടാനാണ്. അപ്പോൾ ഇതൊന്ന് മഞ്ഞൾ കൂടിയിടട്ടെ. ഞാൻ മഞ്ഞളിട്ടു, ഉപ്പിടട്ടെ. ഇതാ കുറച്ച് കല്ലുപ്പിട്ടു കേട്ടോ. ഇനി ഇത് കുക്കറിൽ ഒരു 2 വിസിൽ. ഇപ്പം ഞാനിത് വെച്ചിട്ട് ഒരിത്തിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ, ഇതിലേക്ക് ഞാൻ ഇടുകയാണ്. 2 സ്പൂൺ സാമ്പാർ പൊടി, ഒരു 2 ഉള്ളി, ഒരു വെളുത്തുള്ളി, 1 സ്പൂൺ തേങ്ങ, ഒരൊറ്റ സ്പൂണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇതിനെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കും എണ്ണയിൽ. കൂടെ തന്നെ ഒരു 2 കുരുമുളക്, കൂടെ തന്നെ ഒരു 2 മണി കുരുമുളക്, 2 മണി ജീരകം. എന്താ വെച്ചാൽ വളരെ കുറച്ചാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് ഞാൻ ഈ കറിയിൽ പുളി ചേർക്കണില്ല. ഇപ്പം ഞാനിത് എല്ലാം നന്നായിട്ടൊന്ന് ആയിട്ടുണ്ട്. ഞാനിതിനെ ഓഫ് ചെയ്യാൻ പോവാണ്. ഈ സമയത്ത് ഞാൻ ഒരു 5-6 കഷ്ണം മാങ്ങ, ഒരു മാങ്ങയുടെ പകുതി ഭാഗം ഇതും കൂടെ ഇതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഓഫ് ചെയ്തിട്ടാട്ടോ മാങ്ങ ഇട്ടിരിക്കണേ. മാങ്ങ ഇട്ട് അത് വേവാൻ പാടില്ല, ഒന്ന് ചൂടാവാനേ പാടുള്ളൂ മാങ്ങ. എന്നിട്ട് ഇനി ഇതിന് ചൂടാറിയ ശേഷം അരയ്ക്കാം. ഇപ്പം ഞാൻ ഈ അരച്ചത് മിക്സിയിൽ ഇത് നന്നായി അരച്ചിട്ട് ഈ കഷ്ണമൊക്കെ വെന്തു. അതിലേക്ക് ഞാനിതിനെ ആഡ് ചെയ്തു. 2-3 പ്രാവശ്യം നന്നായി അരച്ചു. നന്നായി അരയണം കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് അരയണം. എന്നിട്ട് കണ്ടോ, ചക്കക്കുരു, കുമ്പളങ്ങ, മാങ്ങ ഇതിൻ്റെ കൂടിയിട്ട് അരച്ചുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. ഒരുപാട് പുളി കൂടാണ്ട് നോക്കണം. പുളി ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വളരെ വിഷമായിരിക്കും. ഇനി ഇതൊന്ന് നന്നായി തിളക്കട്ടെ. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കായ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ലോണം ഒരു 3/4 ടീസ്പൂൺ കായം കേട്ടോ, ഇത് കായ ആഡ് ചെയ്യണം. ഇതിനെ ഒരു പുളിങ്കറി എന്നാണ് പറയുക കേട്ടോ. സാമ്പാർ പൊടിയാണ് ഞാൻ ഇട്ടിരിക്കണത്. നിങ്ങളുടെ സാമ്പാർ പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടം മല്ലിയും മുളക് പൊടിയും ഇട്ടാൽ മതി. പക്ഷേ സാമ്പാർ പൊടി ഇടുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ അതിന് നല്ലൊരു കൊഴുപ്പും കിട്ടും, പാകത്തിൽ, ഒരുപാട് കൊഴുപ്പല്ല. ഇതിൽ പരിപ്പോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട്, വേണ്ടോ, മല്ലിയില ആഡ് ചെയ്തു. എന്നിട്ട് ഓഫ് ചെയ്തു കേട്ടോ. ഇത്തിരി ഒറ്റ കൈ കൊണ്ട് പിടിച്ചിട്ടുള്ളൊരു വിഷമം കൊണ്ടാണ് കേട്ടോ ഇത്. ഇപ്പം എൻ്റെ കറി റെഡിയായി. ഇനി ഇതിലൊരു വറുത്തിടലുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് മണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് കടുകിട്ടു. മുളക് മുളകിട്ടു, കുറച്ച് കറിവേപ്പില എന്നിട്ട് ഓഫ് ചെയ്യും. ഈ സമയത്ത് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കായ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു മണം ഉണ്ടാവും കണ്ടോ. ഇപ്പം എൻ്റെ കറി ഉഗ്രൻ. ഇതാണ് പുളിങ്കറി എന്ന് പറയും. കുമ്പളങ്ങ ചക്കക്കുരു പുളിങ്കറി. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മാങ്ങ കൂട്ടി അരച്ചുകൊണ്ട് ഒരു കൊഴുപ്പും കിട്ടും. നന്നായി ഇരിക്കുന്നുണ്ട് ഈ കറി. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത മെഴുക്ക് പുരട്ടി എന്താണെന്നൊന്ന് നോക്കട്ടെ. ഇപ്പോൾ ഞാൻ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണം, ഒരു കുക്കർ എടുത്ത് വെച്ചു.
എന്നിട്ട് ഇതിലേക്ക് കോവയ്ക്കൊക്കെ ഞാൻ നീളത്തിൽ മുറിച്ചിരിക്കണം. കാണുന്നുണ്ടല്ലോ, ഇതിനിങ്ങനെ മുറിച്ചിട്ട് ഇതിനിങ്ങനെ ഇതിലേക്ക് ഇട്ടു. ഇനി എന്താ ചെയ്യാൻ പോണ, ഒരു വലിയ ഉള്ളി, വലിയ ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് കേട്ടോ. ഇതിനെയും കൂടി ഞാനിങ്ങനെ ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് കുറച്ച് കല്ലുപ്പിട്ടു, മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടു, എരിവുള്ള മുളക് പൊടി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് എണ്ണ ഒഴിക്കുക. എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന റൈസ് ബ്രാനാണ്, അതിനെ ഒഴിച്ചു. എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഇങ്ങനെ തിരുമ്പ് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ വെള്ളം വന്നോളൂ. ഞാനിനി എന്താ ചെയ്യാൻ, ഇതിനെ മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിലിന് എടുക്കാൻ പോകണം. ഇതിനെ അടുപ്പിനെ ഒന്ന് ഓൺ ചെയ്യണം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല, ഇതിനെ ഞാൻ അടച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒരു വിസിലിന് എടുക്കും. ഇപ്പം ഞാൻ എൻ്റെ കുക്കർ തുറക്കുകയാണ്. ഇത് നന്നായി വെന്തു ഒരു വിസിലിന്. ഇനി ഞാനിതിനെ എൻ്റെ ചീനച്ചട്ടിയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാൻ ഒരു പാൻ വെച്ചു. എന്നിട്ട് അതിലേക്ക് ലേശം എണ്ണ, ആദ്യം ഞാൻ ഇത്തിരി എണ്ണ ഒഴിച്ചുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വറന്ന് വരുമ്പോൾ, ചൂടായി വരുമ്പോൾ ഒരു 5-6 വെളുത്തുള്ളി, സാധാ വെളുത്തുള്ളിയാണ്, ഓർഡിനറിയാണ് കേട്ടോ. ഇത് വലുതോ അങ്ങനത്തെ ഒന്നുമല്ല, നമ്മുടെ ചെറിയ വെളുത്തുള്ളിയുണ്ട്. ഇതിനെ ഞാനൊരു 6 എണ്ണം ഈ എണ്ണയിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായി ഫ്രൈ ചെയ്യും. നല്ല മണമായിരിക്കും ഈ വെളുത്തുള്ളിയും ആ കോവയ്ക്കടിയും മെഴുക്ക് പുരട്ടി ചെയ്യുമ്പോൾ. ഇതിങ്ങനെ ചെയ്താൽ നല്ലൊരു മണമായിരിക്കും. ഇതൊന്ന് നല്ലൊരു ബ്രൗൺ കളർ വന്ന് നല്ല സ്മെല്ല് വരട്ടെ. ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ലേശം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യും കേട്ടോ. അത് മുളക് പൊടിയായിരുന്നു, ഇത് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാണ്. വളരെ കുറച്ച് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ മെഴുക്ക് വരട്ടി ഇതിടും. ഇതിങ്ങനെ കുറച്ചായിട്ട് ഇടുക. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിനെ നല്ല ഹൈ ഹീറ്റിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഉപ്പൊക്കെ വളരെ പാകത്തിലാണ്. ഇതിങ്ങനെ കുക്കറിലിട്ട് ചെയ്യുമ്പോൾ എന്താ അറിയോ, വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഈ മെഴുക്ക് വരട്ടി നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കുറച്ചുകൂടി നല്ലോണം വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ, ഒന്ന് മൊരിയട്ടെ. ഇതിപ്പോൾ കണ്ടോ നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ കോവയ്ക്ക ഫ്രൈ. അടിപൊളിയാണ് കേട്ടോ. അതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്താ തോന്നണത് കാണുമ്പോൾ? നന്നായിട്ടില്ലേ? ഇതൊന്ന് ഇച്ചിരി കൂടെ മൊരിയട്ടെ. അപ്പോൾ ഈ മൊരിഞ്ഞിരിക്കണ പാകത്തിലെന്ന് ഞാൻ പറഞ്ഞാൽ എന്താ പറയുക, തീ ഓഫ് ചെയ്യുക ഇനി. എന്നിട്ട് ഇപ്പോൾ ഇത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഞാൻ മുമ്പും ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുക ചെയ്യുക. എനിക്ക് കോവയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഇങ്ങനെ ട്രൈ ചെയ്യുക. എൻ്റെ ഇപ്പോൾ 2 ഐറ്റം ഇന്നത്തെ ഉച്ചക്കല്ല റെഡിയായി. ഇനി ഞാൻ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് ഊണ് കഴിക്കാനാണ് റെഡിയാവാൻ പോവാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ വിഭവങ്ങളൊക്കെ ഇന്നത്തെ വിളമക്കളെ ഞാൻ ഉണ്ടാക്കിയത് പുളിങ്കറി, ചക്കക്കുരു കുമ്പളങ്ങ പുളിങ്കറി. പിന്നെന്താണെന്നറിയോ, കോവയ്ക്ക മെഴുക്ക് വരട്ടിയത് ഇപ്പം ചെയ്തത്. ഇത് വളരെ ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണെന്നറിയോ, വളരെ സിമ്പിളാണ്. ഒരു കൊണ്ടാട്ട മുളക്, കുറച്ച് പയറ് കൊണ്ടാട്ടം കേട്ടോ.
ഇത് ഞാൻ 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ്. വളരെ കുറച്ച് കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ എല്ലാ വിഭവങ്ങളും കൂടി ഊണ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്സ് നല്ലൊരു ഊണ് നിങ്ങൾക്കും പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ തൈര് വന്നു. തൈര് ഇതാ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ വണ്ടർഫുൾ റെസിപ്പി. ഓക്കെ, ബൈ.